കർക്കിടകമൊക്കെ അല്ലേ, ഇനിയിപ്പോൾ അല്പം പുഴുക്കൊക്കെ ആകാം അല്ലേ. അപ്പോൾ അതാ 1 കപ്പോളം നമ്മുടെ ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചേമ്പാണ്, ചേമ്പൊക്കെ ഇവിടെ കിട്ടും. പിന്നെ 3-4 പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നുറുക്കി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്തതും കൂടി ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല അടിപൊളി ഒരു പുഴുക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഉപ്പ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുപയർ കായും കൂടെ നമ്മൾ തോരനൊക്കെ വെക്കാറില്ലേ, പക്ഷേ ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ഉണ്ടാകാത്തവരുണ്ട് എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനിയുള്ളൊരു അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതൊന്ന് വെന്ത് എടുക്കട്ടെ, വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാ ഒരു 3-4 അല്ലി ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് 4-5 ഇട്ട് കൊടുത്തോളൂ. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ചെറുജീരകമാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞ് ജീരകമില്ലേ, അത് 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചതച്ചങ്ങ് എടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് ചതച്ചെടുക്കുന്നതിന് മുന്നായിട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുപയറൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം. അതൊന്ന് ചതച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ കൂട്ടെല്ലാം വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വഴറ്റി നല്ല പാകത്തിന് ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞിട്ടുമില്ല എന്ന പാകത്തിന് വെന്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒറ്റ വിസിൽ മതി കുക്കറിലാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതാ ചതച്ച് നമ്മൾ അരപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒരുപാട് ഇട്ടങ്ങോട്ട് ഉടച്ച് മറിക്കരുത്. നമ്മൾ കപ്പയൊക്കെ ഇട്ടങ്ങോട്ട് ഉടച്ച് മറിക്കുന്ന പോലെ അങ്ങനെ അങ്ങോട്ട് വേണ്ട കേട്ടോ. നമ്മളുടെ ആ അരപ്പിൻ്റെ കൂട്ടങ്ങോട്ട് ഇട്ടിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇളകി കൊടുക്കുക, സാവധാനത്തിലൊന്ന് ഇളകി കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി ഒരു മീൻകറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതും മതി കേട്ടോ. നല്ല ഒരു പുഴുക്കൂടെ ഉണ്ടെങ്കിൽ സംഭവം സെറ്റ്. അപ്പോൾ ഈ ചെറുപയർ തന്നെ ഞാൻ കപ്പടം ചേർത്തിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പിന്നെ കപ്പ വളരെ അപൂർവമാണ്, കിട്ടാറേ ഇല്ല സത്യം പറഞ്ഞാൽ കപ്പ ഇങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ പതുക്കെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയുടെ അഭാവം ഉണ്ട്, കറിവേപ്പിലയില്ല. കടുക് തിളയ്ക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില നോക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണക്കമുളകും പിന്നെ നമ്മളുടെ കടുവും കൂടിയാണ് വെളിച്ചെണ്ണയ്ക്കകത്ത് താളിച്ചങ്ങോട്ട് ലാസ്റ്റ് ഒന്ന് ചേർത്ത സംഭവം സെറ്റാണ്. ഇതിനിപ്പോൾ കൂട്ടുകറിയെന്നോ എന്താണെങ്കിലും വെച്ചാൽ പറഞ്ഞോളൂ, ഞാനിത് പുഴുക്കായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് കേട്ടോ. കൂട്ടുകറിയായിട്ട് ഞാൻ കണക്കാക്കിയിട്ടില്ല. ഞാനിതിൽ പുളി ചേർത്തിട്ടില്ല കേട്ടോ. അതാണ് ഒരു വ്യത്യാസം. സാധാരണ നമ്മൾ പിഴുപുളിയൊക്കെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്, ഇത് അങ്ങനെയല്ല, വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ നമ്മുടെ താളിപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സംഭവം സെറ്റ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പിൻ്റെയും ചെറുപയറിൻ്റെയും കായയുടെയും കൂടെ ഉള്ള ഒരു പുഴുക്കിട റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെ അങ്ങനെ കോരി കഴിക്കാനും നല്ലതാണ്, കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ മുളക് കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ഒഴിച്ച്, മുളക് മീൻ കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ച് അങ്ങോട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. കർക്കിടകമൊക്കെ ആകുമ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതായിട്ട്. ചെറുപയറിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞറിയിപ്പിക്കണ്ടല്ലോ. നമ്മളുടെ ചർമ്മത്തിൻ്റെയും സ്കിന്നിനും പിന്നെ ഹെയറിനും ഒക്കെ എല്ലാം വളരെ ഹെൽത്തി ആക്കി വെക്കുന്ന വളരെ നല്ലൊരു ഐറ്റമാണ് നമ്മുടെ ഈ ചെറുപയർ എന്ന് പറയുന്നത്. ചെറുപയറിൻ്റെ പൊടിയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.